ശരിക്കും ജീവാത്മാവ് രാമനെ തേടി പോവുകയല്ല ചെയ്യുന്നത്. രാമൻ തന്നെയാണ് സീതയെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ജീവാത്മാവ് ഒരു രാമനെ, ഒരു പരമാത്മാവിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രയും തന്നെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ബോക്സിംഗ് ബൗട്ടില് ശക്തി കൂടുതലുള്ളവനല്ല ജയിക്കുന്നത്, ഞാൻ നിന്നെ തോപ്പിക്കും എന്ന നോട്ടമുള്ളവനാണ് ജയിക്കുന്നത്. സോ മൈൻഡ് പ്ലേസ് എ പവർ മോർ ദാൻ എനിത്തിങ് എൽസ്. അത് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ട് രാവണൻ വലിയ ശക്തൻ തന്നെയാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡിന് പവർ ഉണ്ട്. പക്ഷെ അതിനേക്കാളും പവറുള്ള വേറൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവാൻ കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ അറിയാതെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റില്ല, ഭഗവാൻ അനുവദിക്കാതെ. നമ്മൾ ആ ഒരു പരമാത്മാവിന്റെ ചലനം മാത്രമാണ്. വി ആർ ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സുപ്രീം സോൾ. നമുക്കുള്ള കഴിവുകൾ രാവണനിൽ കാണാം, കോൺഷ്യസ് മൈൻഡിലുള്ള രാവണനിൽ കാണാം. എല്ലാവർക്കും രാവണന്റെ 10 തലയും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഒരു കഥയെന്ന് മാത്രം നോക്കാതെ കഥാസാരം എടുത്തു കഴിഞ്ഞാൽ then you will understand ഇവര് പറഞ്ഞ ലെസൺസ് എത്രയോ വലുതാണ്. ഈ മഹത്തായ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ഈ 4 കഥാപാത്രങ്ങൾ, പ്രമുഖരായ 4 കഥാപാത്രങ്ങൾ, ഈ 4 കഥാപാത്രങ്ങളെയും മനസ്സിൻ്റെ 4 തലങ്ങളായിട്ടുള്ള ആ രീതിയിലുള്ള ഈ സമീപനമാണ്. അത് വളരെ നവീനവും നൂതനവുമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അന്ന് ഇപ്പോൾ അവതരിപ്പിച്ചത്. അത് നവീനം എന്ന് പറയുന്നതിനേക്കാൾ അവർ അന്നേ അത് കണ്ടുപിടിച്ചതാണ്. അതെ, നമുക്കറിയില്ലായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് അത് പൊടി തട്ടി നോക്കി. അതെ അതെ, അത് ഈ 4 കഥാപാത്രങ്ങളും തമ്മിലുള്ള റിലേഷനും 4 ഇതായിട്ടുള്ളത് അത് ഒരുമിച്ചൊന്ന് വിശദീകരിക്കാം കേൾക്കുന്ന ആളുകൾക്ക്. ഏതൊരു വ്യക്തിക്കും ഈ 4 ഫാസറ്റും ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് രാവണനും വിഭീഷണനും കുംഭകർണനും ശൂർപ്പണഖയും ഉണ്ട്. അസുഖം വരുന്നതിന് കാരണം ശൂർപ്പണഖ. അതായത് കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും അൺകോൺഷ്യസ് മൈൻഡിനും അസുഖകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ശൂർപ്പണഖയിലൂടെയാണ്. അല്ലെങ്കിൽ രാവണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണുക പോലുമില്ല. കാരണം ഈ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പില് ഈ രാമനെ കണ്ട ശൂർപ്പണഖ എനിക്ക് രാമനെ വേണം എന്ന് പറഞ്ഞു പോവുകയും ലക്ഷ്മണനാൽ മൂക്ക് മുറിക്കപ്പെടുകയും തിരിച്ചു വരികയും മാരീചന്റെ നിഗ്രഹവും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ആ ബോണ്ട് കാരണമാണ് രാവണ യുദ്ധം ഉണ്ടാവുന്നത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അവിടെ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിൽ അസുഖകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ശൂർപ്പണഖയാൽ. ഏതൊരു ഘട്ടത്തിലും ശൂർപ്പണഖയുടെ മോഹത്താൽ, ശൂർപ്പണഖയാൽ നമ്മൾ അങ്ങനെ റീസൺ ശൂർപ്പണഖ. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് വിളിച്ചുണർത്തിയാൽ നമുക്ക് ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സ് ഉള്ളിലുണ്ട് എന്ന് പറയുന്ന ഈ അൺകോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് ദി അൺകോൺഷ്യസ് എന്ന് പറയുന്ന പുതിയ തിയറി കുംഭകർണൻ. നമ്മൾ വേർച്യൂ ബേസ് ചെയ്ത് നമ്മളെ എപ്പോഴും ഉപദേശിക്കുകയും മനസാക്ഷി കുത്തുണ്ടാവുകയും ഇത് ചെയ്യുക ഇത് ചെയ്യരുത് എന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നേർവഴിക്ക് നയിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിഭീഷണൻ. നമുക്കുള്ള കഴിവുകൾ രാവണനിൽ കാണാം, കോൺഷ്യസ് മൈൻഡിലുള്ള രാവണനിൽ കാണാം. എല്ലാവർക്കും രാവണന്റെ 10 തലയും ഉണ്ടാവില്ല. പക്ഷെ ഈ 10 തലകളിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ട്, ആക്റ്റീവ് ആയിരിക്കില്ല എന്ന് മാത്രം. ഇപ്പൊ ഈ 4 പറയുന്ന ഈ മൈൻഡ് 4 ഇതും ശ്രീരാമൻ എന്ന് പറയുന്ന പരമാത്മാവും സീത ജീവാത്മാവും, അതാണല്ലോ നമ്മുടെ സങ്കല്പം. അപ്പൊ ഈ സീതാരാമ ആ റിലേഷൻ ജീവാത്മാവും പരമാത്മാവും എന്ന തലത്തിൽ അതെങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ജീവാത്മാവ് രാമനെ തേടി പോവുകയല്ല ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി ഡസ് നോട്ട് ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ. നമ്മൾ വി ആർ ദ ചോസൺ വൺസ്. രാമൻ തന്നെയാണ് സീതയെ തിരഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചാൽ സ്പിരിച്വലി എവേക്കൻഡ് ആവുന്ന ആളുകളെ ഈ പരമാത്മാവ് സെലക്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി അറിയാം എന്ന് നമുക്ക് ഫിലോസോഫിക്കൽ ആയിട്ട് ഒരു ലെവൽ എടുക്കാം. ഭഗവാൻ അറിയാതെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റില്ല, ഭഗവാൻ അനുവദിക്കാതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ ഒരു സ്പിരിച്വൽ ലെസൺ ആയിട്ട്, വലിയൊരു സ്പിരിച്വൽ ലെസൺ ആയിട്ട് എടുക്കാം. നമ്മൾ ആ ഒരു പരമാത്മാവിന്റെ ചലനം മാത്രമാണ്. വി ആർ ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സുപ്രീം സോൾ. അങ്ങനെ പറയുമ്പോൾ രാമൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ ആ ഭഗവാൻ തീരുമാനിക്കണം നമ്മൾ അവരിലേക്ക് അടുക്കണമോ വേണ്ടി. അങ്ങനെ രാമനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, ആ ജീവാത്മാവിന് രാമനുമായി അടുത്തിരിക്കാൻ പറ്റും. ഇവര് ഇൻസെപ്പറബിൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ സീതാരാമനെ വരികയാണ്. അതെ, രാമൻ ആ ഇതിന് പോയില്ലെങ്കിൽ വരിക്കത്തില്ല. അപ്പോ കമ്പരാമായണത്തിൽ അണ്ണലും നോക്കിയാൽ അവളും നോക്കിയാൾ എന്ന് പറഞ്ഞ് ഇവര് കണ്ട ആദ്യത്തെ മൊമെന്റില് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ കോൺസെപ്റ്റ് ഏതായാലും spirituality always has a space for people who are decided by the spiritual self himself. Okay, അപ്പോ ആ പരമാത്മാവ് തീരുമാനിക്കണം ഇന്ന ആളാണ് എന്റെ കൂടെ കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ഊർമിള ഉണ്ടായിരുന്നു.
ശ്രുതകീർത്തിയും മാണ്ഡവിയും ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ തിരഞ്ഞെടുക്കാതെ സീതയാണ് എൻ്റെ ഭാര്യ എന്ന് ആ സ്പിരിച്വൽ സെൽഫ് പറയണം? അപ്പോൾ പലപ്പോഴും നമ്മൾ അല്ല, ആ സ്പിരിച്വൽ സെൽഫാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ദൈവത്തിന് ഈ നവതാഭക്തിയിൽ നിറഞ്ഞു നിൽക്കാൻ ചിലർ വിധിക്കപ്പെട്ടവരാണ്. ചിലർക്ക് ആ സൗഭാഗ്യം ഉണ്ടാവുന്നില്ല, ചിലർക്ക് അതിൻ്റെ ആ മാധുര്യം മനസ്സിലാവുന്നില്ല. ഇനി രാമനും സീതയുമുള്ള ആ ഒരു ബോണ്ട് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദശരഥൻ കാട്ടിലേക്ക് രാമനെ പറഞ്ഞയച്ചപ്പോൾ ഞാനും വരും എന്ന് സീത വാശി പിടിച്ചത്. അപ്പൊ അവിടെ ജീവാത്മാവ് എപ്പോഴും പരമാത്മാവിനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആ പരമാത്മാവ് തിരഞ്ഞെടുത്ത ജീവാത്മാവ് എപ്പോഴും അങ്ങനെ ചേർന്ന് പോകാനേ വിചാരിക്കുള്ളൂ. സോ ആ കോൺസെപ്റ്റും അതിമനോഹരാണ്. നമുക്കൊരിക്കലും ഇത് എന്നിട്ടും കോൺഷ്യസ് മൈൻഡ് ഇവരെ വ്യതിചലിക്കാൻ കാരണമാവാം. കോൺഷ്യസ് മൈൻഡ് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അവർ ഭിക്ഷുവിന്റെ വേഷത്തിൽ പൊക്കുമെങ്കിലും തട്ടിക്കൊണ്ടു. ആ സമയത്തും പരമാത്മാവിനെ ആ തിരഞ്ഞെടുത്തത് ഞാനാണ്, ഞാൻ തന്നെ രക്ഷിക്കുമെന്ന് പരമാത്മാവ് നിങ്ങളെ രക്ഷിക്കാൻ വരും. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ തെറ്റും ശരിയുമല്ല, അല്ലേ? അല്ല, ആ തെറ്റും ശരിയേക്കാളും കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു അട്രാക്ഷനാണ്. അവിടെയും ജീവാത്മാവ് അവസാനം പറയുന്നു, എനിക്ക് വാൽമീകി ആശ്രമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജനനം നൽകണം. കൊണ്ടുവിട്ടു എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ആ കോൺസെപ്റ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ജീവാത്മാവിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പരമാത്മാവിനും അത്രയും തന്നെ ദുഃഖമുണ്ടെന്ന് പറയുന്നു. അതായത് സീത വാൽമീകിയുടെ ആശ്രമത്തിൽ പോയി കുഞ്ഞുങ്ങളെ ജന്മം നൽകാൻ പോയ സമയത്ത് രാമൻ തറയിൽ കിടന്നുറങ്ങി എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബോണ്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് അതിനെ കൂടുതൽ അറിയാൻ സാധിക്കും. നിങ്ങളുടെ ജീവാത്മാവ് ഒരു രാമനെ, ഒരു പരമാത്മാവിനെ എത്രത്തോളം ആഗ്രഹിക്കുന്നു, അത്രയും തന്നെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നടക്കാം, അതിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. ചില സമയത്ത് നിങ്ങൾ പിരിഞ്ഞു പോകാനും വിധിക്കപ്പെട്ടവരാകും. അപ്പോഴും പരമാത്മാവിനാണ് വിഷമം. അതെ. അല്ല, അപ്പൊ ഈ ലക്ഷ്മണൻ എന്ന കഥാപാത്രം കൂടെ ഉണ്ടല്ലോ. അല്ല, അത് മൈൻഡിന്റെ ഫാസറ്റ് അല്ല. അവിടെ നമ്മൾ ജീവാത്മാവ് പരമാത്മാവിന്റെ കോൺസെപ്റ്റ് പറയും പോവാം. അതില് പരമാത്മാവിന്റെ രക്ഷകൻ, അതായത് അനന്തനാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നുണ്ട്. മഹാവിഷ്ണുവിന് അനന്തൻ എങ്ങനെയാണോ, അപ്പൊ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് അത് ഫിലോസോഫിക്കൽ സൈഡിലാണ്. ഞാൻ പറയുന്നത് മൈൻഡിന്റെ ഫാസറ്റ് രാവണന്റെ ശ്രീലങ്കയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സാധനമാണ്. അതെ. അല്ല, ഈ മനസ്സുമായിട്ട് വരുന്ന ഒരു കണക്ഷൻ അവിടെ ലക്ഷ്മണ രേഖ, ജീവാത്മാവ്. ലക്ഷ്മണ രേഖ എന്ന് പറയുന്നത് നമ്മുടെ പരമാത്മാവ് തന്നെ പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരി. ജീവാത്മാവിനെ പോവാതിരിക്കാൻ പലതും ചെയ്യുന്നുണ്ട്. പരമാത്മാവ് എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. പരമാത്മാവിനെ രക്ഷിക്കാൻ പോകുന്ന ലക്ഷ്മണൻ വരച്ചിട്ട് പോകുന്നുണ്ട്, ഇതുവഴി പോവല്ലേ. പരമാത്മാവിനെയാണ് ലക്ഷ്മണൻ രക്ഷിക്കാൻ പോകുന്നത്. അപ്പോഴും പറയുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പരമാത്മാവിന്റെ രക്ഷ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിന് സ്വന്തമായിട്ട് രക്ഷിക്കാൻ അറിയാം. എന്നിട്ടും ജീവാത്മാവിനുള്ള സംശയം, അതായത് സീതയ്ക്കുള്ള സംശയത്തിനാണ് അങ്ങോട്ട് പറയുന്നത് നീ പോകണം. അപ്പോഴും ആ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോലും കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാം. ബി വെരി അവെയർ അബൌട്ട് യുവർ സ്പിരിച്വൽ കണ്ടീഷൻ. അതൊരു വാർണിംഗ് ആണ്. അത്രയും വലിയ ആ പ്രൊട്ടക്ഷനെ കടന്ന് പുറത്തുപോയി നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ കൂടെ അങ്ങ് പോവാം. അപ്പൊ ഇതൊക്കെ ഒരു കഥയെന്ന് മാത്രം നോക്കാതെ കഥാസാരം എടുത്തു കഴിഞ്ഞാൽ then you will understand ഇവർ പറഞ്ഞ ലെസൺസ് എത്രയോ വലുതാണ്. അല്ലെങ്കിൽ ഈ അവതാരങ്ങളുടെ എല്ലാത്തിൻ്റെയും കഥ പറയുമ്പോഴേ, അല്ലെങ്കിൽ ഈ പൗരാണികമായിട്ടുള്ള ഇതിൽ ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, രാമനും സീതയുമുള്ള ബന്ധം, രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം, അങ്ങനെ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പറയുന്നത് നരനും നാരായണന്റെ ഒരു കഥ പറയുന്നത്. അതെ. നരനും നാരായണനും രണ്ടാൾക്കാര് സഹസ്ര കവചൻ എന്ന് പറഞ്ഞൊരു അസുരനെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയതാണ്. 100 കവചം ധരിച്ച ഈ അസുരൻ കൊല്ലപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോ കവചത്തിനെയും മാറ്റുമ്പോൾ ഒരാൾ മരിക്കും, ആ യുദ്ധം ചെയ്യുന്നവൻ മരിക്കും. അപ്പൊ നരനും നാരായണൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ, ഇപ്പൊ നരൻ യുദ്ധം ചെയ്യുമ്പോൾ നാരായണൻ പ്രാർത്ഥനയിലിരിക്കും ജീവൻ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാണോ നരൻ കൊല്ലപ്പെടുന്നത്, ഒരു കവചം പോകുന്നത്, നാരായണൻ വന്ന് ജീവൻ കൊടുത്തിട്ട് പിന്നെ നരൻ തപസ് ചെയ്യാൻ പോവും, നാരായണൻ യുദ്ധം ചെയ്യും. ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് സഹസ്ര കവചന്റെ 99 കവചങ്ങളും പോയി ഇനി മരിക്കും എന്ന ലെവലിലാകുമ്പോഴാണ് സൂര്യലോകത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നത് ഈ അസുരൻ. അങ്ങനെ സൂര്യലോകത്ത് അഭയം പ്രാപിച്ച ഈ അസുരന്റെ സാന്നിധ്യം സൂര്യദേവനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്ന് തോന്നിയത് കുന്തി ദേവി പ്രാർത്ഥിച്ചപ്പോൾ ആ അസുരന്റെ ആത്മാവിനെ കർണനായി ജനിപ്പിച്ചു. അതാണ് കവചത്തോടുകൂടി ജനിക്കുന്ന ആ സഹസ്ര കവചന്റെ കവചം ബാക്കിയിരുന്ന
അവിടെ നരനും നാരായണനും ഈ ലൈഫിൽ കൃഷ്ണനും അർജുനനുമായി ജനിച്ച് അവർ പിന്നെയും അതേ ഫൈറ്റ് തുടരുകയാണ്. അവിടെ അർജുനൻ, അതായത് നരൻ, ഫൈറ്റ് ചെയ്യുകയും നാരായണൻ കൂട്ടുനിൽക്കുകയും ചെയ്ത് തീർന്നു. ആ യുദ്ധം അവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി ലൈൻ എഴുതിയത് ആരായാലും ഇവർക്കെല്ലാം കണക്ട് ചെയ്യാൻ അറിയാം. അമേസിംഗ് റൈറ്റിംഗ് ഓൺ എ ലിറ്ററേച്ചർ സൈഡ്. നമ്മൾ ഫിലോസഫി പറഞ്ഞു, നമ്മൾ സ്പിരിച്വാലിറ്റി പറഞ്ഞു, ലിറ്ററേച്ചർ പറയണമല്ലോ. തുണി നെയ്തേക്കുന്നത് പോലെ പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാത്തിനും. ഈവൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത ബാബറിക് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്. ബാബറിക് എന്ന് പറയുന്നത് ഘടോൽക്കച്ചന്റെ മകനാണ്. അപ്പോ ഭീമനിൽ ഉണ്ടാകുന്ന ബാബറിക് എന്ന് പറയുന്നത്, ഈ ബാബറിക്കിന്റെ ക്ഷേത്രം രാജസ്ഥാനിലുണ്ട്, കുടം പോലെ തലയുള്ളവൻ. അപ്പൊ ശിവന്റെയും പാർവതിയുടെയും കയ്യിൽ നിന്ന് ശരം, ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള 3 ശരങ്ങൾ അദ്ദേഹത്തിന് ദിവ്യശരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബാബറിക്ക് യുദ്ധം ചെയ്താൽ മഹാഭാരത യുദ്ധം 1 സെക്കൻഡേ ഉള്ളൂ. കാരണം ആരെയൊക്കെ കൊല്ലണമോ അവരെയൊക്കെ മാർക്ക് ചെയ്യും, ആരെയൊക്കെ കൊല്ലരുതോ അവരെയൊക്കെ മാർക്ക് ചെയ്യും. 3ാമത്തെ ശരത്തില് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ 3 ശരങ്ങൾ. മാർക്ട് മിസൈൽ അല്ല ഞാൻ പറയുന്നത്, ഈ മാർക്ട് മിസൈൽ അവർ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഗംഭീരമായിട്ടാണ്. അപ്പോ ഇത് കൃഷ്ണൻ മനസ്സിലാക്കിയിട്ട് ഒരു ഉണക്ക ഇലയെ കാലുകൊണ്ട് മറച്ചു വെച്ചിട്ട് ഈ മരത്തിലുള്ള ഈ പഴുത്ത ഇലകളെ മുഴുവനും ശരം ചെയ്ത് താഴെ ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ മാർക്ക് ചെയ്യുന്ന ശരം വന്ന് കൃഷ്ണന്റെ കാലിൽ അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. ബാബറിക്കിന് മനസ്സിലായി ഇത് എന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ യുദ്ധം ചെയ്യാതിരിക്കാൻ കൃഷ്ണനാണെന്ന് മനസ്സിലായി. അപ്പോ ആ സമയത്ത് ബാബറിക്ക് പറഞ്ഞ ഒറ്റൊരാദ്യം, എന്നെ കൊന്നോളൂ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യും. ആരുടെ സൈഡാണോ വീക്ക് ആ സൈഡിൽ ഞാൻ നിന്ന് യുദ്ധം ചെയ്യും. പലപ്പോഴും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർന്നു, മഹാഭാരത യുദ്ധം 1 സെക്കൻഡിൽ തീരും. അപ്പോൾ കൃഷ്ണന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ട് ഈ 3 ശരങ്ങളുടെ മേളിൽ തല വെച്ചിട്ട് മലയുടെ മുകളിൽ നിന്നും മഹാഭാരത യുദ്ധം കാണാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ഇന്നും വീടുകളിൽ നമ്മൾ തൂക്കിയിടുന്ന കൊമ്പുള്ള രാക്ഷസൻ ബാബറിക്കാണ്. അതായത് യുദ്ധം പുറത്താണ്, വീട്ടിനകത്ത് സമാധാനം എന്ന കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് കലത്തിൽ, അതായത് ബാബറിക്ക് ശരിക്കും കലം പോലെയാണ് തല, കലത്തിൽ മുഖം വരച്ചു വെച്ച് നമ്മൾ തൂക്കിയിടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇതാണ് രാജസ്ഥാനിലെ അമ്പലത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള ഉപകഥകൾ പോലും എത്ര രസകരമായിട്ടാണ് ചെയ്യുന്നത്. അതായത് വീട്ടിന്റെ പുറത്ത് മാത്രം യുദ്ധം നടന്നാൽ മതി, വീട്ടിനകത്ത് സമാധാനം. ബാബറിക്ക് കാണുന്ന ഈ മഹാഭാരത യുദ്ധമാണ്, അത് വീട്ടിനകത്തില്ല എന്ന് പറയാനുള്ളൊരു സിംബോളിക് ആയിട്ടുള്ളൊരു നേച്ചർ. നമ്മൾ ഇതെല്ലാം വിട്ടിട്ട് വെറുതെ എല്ലാവരും കെട്ടിത്തൂക്കുന്നു. ഒരു ഭൂഷണിയില് അല്ലെങ്കിൽ ഒരു ഇളവനില് ഒരു പടം വരച്ച് നമ്മൾ കെട്ടിത്തൂക്കും, ആ ഇളവൻ ചീറ്റാകുമ്പോൾ എടുത്ത് കളയും. അത് കുടത്തിൽ വരയ്ക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. രാവണൻ കോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞ തിയറി. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി എന്ന് പറയുന്നത്, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് കൂടുതൽ ശക്തമാണ്, അത് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. രാവണനെ തന്നെ, അതായത് രാവണൻ കൈലാസത്തെ ഒരു സമ്മാനമാടിയവനാണ് അല്ലേ? അതേപോലെ കൈലാസത്ത് ചെല്ലുന്ന സമയത്ത് ഈ നന്ദികേശനെ രാവണൻ ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു കഥയുണ്ട്. അതിനൊരു റിലേഷൻ വേറൊരു രീതിയിൽ എനിക്ക് തോന്നുന്നത്, ഈ നന്ദികേശനെ വേറൊരു അസുരൻ വന്ന് ആക്രമിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നന്ദികേശനെ ഈ അസുരൻ ഭയങ്കര ശക്തനാണ്. അസുരൻ നന്ദികേശനെ ഒന്ന് തൊഴിച്ചിട്ട് നന്ദികേശൻ ഏതാനും അടി മാത്രമാണ് അങ്ങോട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത്. പക്ഷേ രാവണൻ വരുമ്പോൾ രാവണൻ നന്ദികേശനെ എടുത്ത് എറിയുന്നതായിട്ടാണ് പറയുന്നത്. അത്രമാത്രം ശക്തം. അതുപോട്ടെ കൈലാസത്തെ എടുത്ത് അമ്മാനമാടുന്നുണ്ട്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് തന്നെ ഇത്രയും ശക്തമാണ്, സബ് കോൺഷ്യസ് മൈൻഡ് ഇല്ലാതെ. അതെ, ഇപ്പോ PT ഉഷയോ ബെൻ ജോൺസണോ അല്ലെങ്കിൽ മാറ്റ് ബിയോണ്ടിയോ ഇവരാരും പട്ടിയോ പൂച്ചയോ പുറകെ ഓടിച്ചിട്ടല്ല അവർ നീന്തിയത്, ഓടിയത്. കോൺഷ്യസ് മൈൻഡാണ്. എനിക്ക് ജയിക്കണം, ഞാൻ ഇത് ചെയ്യും. അവർ ട്രെയിൻ ചെയ്ത ആ മനസ്സിന്റെ ശക്തിയാണ് ജയിക്കുന്നത്. ഒരു ബോക്സിംഗ് ബൗട്ടില് ശക്തി കൂടുതലുള്ളവനല്ല ജയിക്കുന്നത്, ഞാൻ നിന്നെ തോപ്പിക്കും എന്ന നോട്ടമുള്ളവനാണ് ജയിക്കുന്നത്. സോ മൈൻഡ് പ്ലേസ് എ പവർ മോർ ദാൻ എനിത്തിങ് എൽസ്. അത് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ട് രാവണൻ വലിയ ശക്തൻ തന്നെയാണ്. പക്ഷെ ആ രാവണൻ ബാലിയുടെ മുമ്പിൽ തോറ്റു. അല്ല, ഞാൻ പറയുന്ന പല സമയത്തും കോൺഷ്യസ് മൈൻഡ് എങ്ങനെ വേണമെങ്കിലും ആവാം. ഇപ്പോ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഒരു മിസ് ജഡ്ജ്മെന്റ് കാരണം, കോൺഷ്യസ് മൈൻഡ് എല്ലാം അറിയാം ജയിക്കാൻ, മിസ് ജഡ്ജ്മെന്റ് കാരണം ഗോൾഡ് മെഡൽ മിസ്സായ നിമിഷങ്ങളുണ്ട് നമുക്ക്. ഹിസ്റ്ററി ഹാസ് മെനി മൂമെന്റ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ റോജർ ബാനിസ്റ്റർ എന്ന ആ വ്യക്തി, ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു 1 മിനിറ്റിന് താഴെ 1 മൈൽ ഓടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മനുഷ്യൻ മരിക്കും, ഒരിക്കലും ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഇത് പറഞ്ഞത് കേൾക്കാതെ കോൺഷ്യസ് മൈൻഡിന്റെ സ്ട്രെങ്ത് കൊണ്ട് മാത്രം റോജർ ബാനിസ്റ്റർ പ്രാക്ടീസ് ചെയ്ത് 54 സെക്കൻഡിൽ 1 മൈൽ ഓടി റെക്കോർഡ് സൃഷ്ടിച്ചു. 1 മിനിറ്റ് മൈൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ റോജർ ബാനിസ്റ്റർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷം തന്നെ 50 പേരോളം ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു.
അപ്പൊ കോൺഷ്യസ് മൈൻഡിന് പവർ ഉണ്ട്. ഉം. പക്ഷെ അതിനേക്കാളും പവറുള്ള വേറൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവാൻ കുഴപ്പമൊന്നുമില്ല. അൺകോൺഷ്യസ് മൈൻഡ് അല്ല, അൺകോൺഷ്യസ് മൈൻഡിന്റെ പവർ നമ്മൾ നോക്കുന്നേ ഇല്ല എങ്കിൽ മറ്റൊരു കോൺഷ്യസ് മൈൻഡ് ഈ ഇതിനേക്കാൾ ബ്രേക്ക് ചെയ്യാം. സോ കോൺഷ്യസ് മൈൻഡിന് പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കോൺഷ്യസ് മൈൻഡിന് പവർ ഉണ്ട്. ഒരു വീക്ക് ആയിട്ടുള്ള ഒരാളല്ല രാവണൻ. രാവണൻ നല്ല സ്ട്രോങ് ആണ്. വിഭീഷണനേക്കാളും സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് കേൾക്കാതെ തെറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫാസറ്റ് ഓഫ് ദ മൈൻഡ്. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഇടിച്ച് താത്തിയിട്ടിട്ട് പോകും. നീ ആരാ ഇതൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഭീഷണനെ പുച്ഛിച്ചു തള്ളുന്ന രാവണനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അവിടെ ഒരു ചെറിയൊരു സംശയം. നമ്മൾ ഈ യോദ്ധാവിന്റെ അല്ലെങ്കിൽ ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് അന്നത്തെ അല്ലെങ്കിൽ എന്നത്തെയും കണക്കനുസരിച്ച് യുദ്ധത്തിന് വരുന്ന ആളിനോട് യുദ്ധം ചെയ്യുക എന്നത് തന്നെയല്ലേ. അപ്പൊ ഈ വിഭീഷണൻ പറയുന്നത് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് ആ തിയറി അല്ലെങ്കിൽ അതിൽ എത്തിക്സ് ആയിട്ട് എടുത്താൽ വിഭീഷണൻ പറയുന്നതല്ലല്ലോ, രാവണൻ ചെയ്യുന്നതല്ലേ കൃത്യം. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസ് ആണ്, ഒരു സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും വേർച്യൂ അഡ്വൈസ് ചെയ്യത്തേ ഉള്ളൂ. എവിടെയെങ്കിലും വിഭീഷണൻ ശസ്ത്രം എടുത്തായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അതാണ് അതിലേക്ക്. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫൈറ്റ് ചെയ്യില്ല, അതിന് ഫൈറ്റ് ചെയ്യാനുള്ള താല്പര്യമേ ഇല്ല. അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഉപദേശി മാത്രമാണ്. അതുകൊണ്ടാണ് മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല. ഈ മനസാക്ഷി കുത്ത് കാരണം പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയോ എല്ലാം ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡാണ്. അതിന്റെ ബേസ് എവിടെയാണ്? ഈ വിഭീഷണൻ പറഞ്ഞ കാര്യം കൊണ്ടാണ്. വിഭീഷണൻ പറയണത് കേട്ട് കഴിഞ്ഞാൽ മേ ബി അതിനൊരു റിവോക്കിംഗ് ഉണ്ടാവാം. ഓക്കെ, രാമായണത്തെ ബേസ് ചെയ്ത് മനഃശാസ്ത്രം അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിലെ രാമായണത്തിലെ 4 കഥാപാത്രങ്ങളെ ബേസ് ചെയ്ത് ആധുനിക മനഃശാസ്ത്രത്തിനെ വളരെ മനോഹരമായ രീതിയിൽ നമ്മളൊന്ന് അപഗ്രഥിച്ചു. ഈ 4 എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വേറെയും വരുന്നുണ്ടല്ലോ. അതായത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി. ഇതെങ്ങനെയായി ഇതിന്റെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺസെപ്റ്റിനെ നമ്പർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഫർ ചെയ്യാൻ പറ്റാത്ത അത്രയും നമുക്ക് ചുറ്റുമുണ്ട്. ഈ 108 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസും ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള യോജന കണക്കുകളും അതല്ലാതെ ആംഗുലർ ഡിഫറൻസസും ഇങ്ങനെ പല കാര്യങ്ങളും 108ന്റെ കാര്യത്തിൽ പറയാം. 4 വേദം എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പൊ ഈ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 യുഗങ്ങൾ എന്ന് പറയാം. 4 എന്നുള്ള നമ്പറിന് വേറെ വാല്യൂ ഉണ്ട്. അപ്പൊ ഓരോ നമ്പറിനും വാല്യൂ കുറേ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 4 എന്ന് പറയുന്നതിന് ഇപ്പൊ 5 എടുത്തു കഴിഞ്ഞാൽ 5ന് വേറെ പവറാണ്, 6ന് വേറെ പവറാണ്. ഇങ്ങനെ നമുക്ക് നമ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം സിഗ്നിഫിക്കൻസ് പിന്നെയും നമ്മൾ ഡീപ്പായിട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ടായിരിക്കണം, കാരണം ഇത് നമുക്ക് അങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് പ്രൂഫ് കിട്ടാനുള്ള ഇതുണ്ട്. ഇപ്പൊ ഞാൻ ശ്രീലങ്കയിൽ പോയ സമയത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നുവാറേലിയ എന്ന് പറഞ്ഞൊരു നഗരം. ഈ നുവാറേലിയയിൽ ഹനുമാൻ വന്നിട്ട് തീ കത്തിച്ച സ്ഥലമായത് കാരണം പുറം ഭാഗം മുഴുവനും കറുത്ത മണ്ണും താഴെ ചുവന്ന മണ്ണും ഉള്ള സ്ഥലമാണ്. സീതയെ താമസിപ്പിച്ച അശോകവനം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ ഹനുമാൻ ചാടിയപ്പോൾ അവിടെ ഉണ്ടായ കുഴി ഒരു പാറയിൽ ഇപ്പോഴും ഉണ്ട്. അവിടെയുള്ള ക്ഷേത്രത്തിനകത്ത് ലക്ഷ്മണനില്ല. ഈ നഗരത്തിന് പുറത്താണോ ഈ കറുത്ത മണ്ണുണ്ടെന്ന് പറയുന്നത്? ആ നഗരം മുഴുവൻ അങ്ങനെ, നുവാറേലിയ അങ്ങനെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ജിയോളജിക്കൽ ഇതായിരിക്കാം, പക്ഷെ ഇവര് പറഞ്ഞ് കഥ വെച്ചിട്ട് കറക്റ്റ് ആണ്. അപ്പൊ നമ്പർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ലെവൽ ഓഫ് ഓപ്പണിംഗ് ആയിരിക്കും, കുറേ പോകും. ഇപ്പൊ ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മാത്രം ഈ ലോകത്തുള്ള ക്ഷേത്രങ്ങളുണ്ട്. കാമാഖ്യ ക്ഷേത്രം ഒന്ന് മാത്രമേ. ബ്രഹ്മാവിന് നമുക്ക് മൗണ്ട് അബു, അതാണ് മെയിൻ ക്ഷേത്രം ഒറ്റയ്ക്കുള്ള. ബാക്കിയുള്ള സ്ഥലത്ത് ഉപദേവതയായിട്ട് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ത്രിമൂർത്തി ക്ഷേത്രം ട്രിവാൻഡ്രത്തും 2 ക്ഷേത്രങ്ങളുള്ള, നമ്മൾ 2ഉം കാണേണ്ട ക്ഷേത്രങ്ങളുണ്ട്. 3ആയിട്ടാണ് വടികൂടി അമ്മൻ, കൊടിപ്പര അമ്മൻ, തിരുവുട അമ്മൻ എന്ന് പറഞ്ഞിട്ട് 3 ക്ഷേത്രങ്ങൾ. ഇത് 3ഉം പൗർണമിയുടെ ദിവസം ചെന്നൈയിൽ വിസിറ്റ് ചെയ്യേണ്ട ക്ഷേത്രങ്ങളാണ്. 4 അമ്പല ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, നമുക്ക് 2 4 അമ്പല ക്ഷേത്രം കേരളത്തിനകത്ത് മാത്രമാണ്. 5 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എലമെന്റ്സ് വെച്ചിട്ട് ശിവന്റെ ക്ഷേത്രങ്ങൾ, പഞ്ചഭൂത ക്ഷേത്രങ്ങളുണ്ട്. അത് ശ്രീലങ്ക ഉൾപ്പെടെയുള്ള നമ്മുടെ ത്രികോണമല അല്ലെങ്കിൽ ട്രിങ്കോമാലി എന്ന് പറയുന്ന ആ ക്ഷേത്രം ഉൾപ്പെടെ നമ്മൾ ബൃഹദീശ്വരനും കാളഹസ്തിയും നമ്മുടെ തിരുവണ്ണാമല ഉൾപ്പെടെയുള്ള ഈ 5 ക്ഷേത്രങ്ങളുള്ള ഇതുണ്ട്. അറുപടൈ വീട് എന്ന് പറഞ്ഞ മുരുകന് 6 ക്ഷേത്രങ്ങളുണ്ട്. സപ്തഋഷിമാരുടെ ക്ഷേത്രങ്ങളുണ്ട്. സപ്തമാതൃകളുടെ ക്ഷേത്രങ്ങളുണ്ട്. 8 പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റേ അഷ്ടവിനായക് ടെമ്പിൾ. അപ്പൊ 8 വിനായകന്മാരുടെ ഉണ്ട്.
നവഗ്രഹങ്ങൾക്കുള്ള ക്ഷേത്രങ്ങളുണ്ട്, ഉണ്ട്. ദശാവതാരങ്ങൾക്കുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വേറെ സിഗ്നിഫിക്കൻസ്, നമുക്ക് അടുത്ത ലെവൽ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീമാത, ശ്രീമാരാജൻ, ശ്രീമത് സിംഹാസനേശ്വരി, നമ്മൾ പല ലെവലിൽ അനലൈസ് ചെയ്ത പോലെ അത് വേറെ ലെവലിൽ പോകും. അത് മാത്തമാറ്റിക്സ് മാത്രമാവും. ശരി. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇപ്പൊ ഈവൻ ക്ഷേത്ര വാസ്തു നോക്കിക്കഴിഞ്ഞാൽ ശിവന്റെ ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടുള്ള ക്ഷേത്രമാണ് കാണുക. മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകോവില് വട്ട ഇതിലായിരിക്കും, മേളില് കോപ്പറില് റൗണ്ട് ആയിട്ടുള്ളതായിരിക്കും. അതേസമയം നമ്മൾ ഒരു മഹാവിഷ്ണു ക്ഷേത്രം കഴിഞ്ഞാൽ റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഈ ട്രെപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും കണക്ക് പറയുന്നുണ്ട്. അപ്പൊ മാത്തമാറ്റിക്കലി അവർ കണ്ടുപിടിച്ച ഓരോ എനർജിക്കും ഓരോ ഫ്രീക്വൻസിക്കും ഓരോ വൈബ്രേഷനും എന്തെല്ലാവോ അവർ ഡീപ്പായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരായുഷ്കാലം കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതൊരു തുടർച്ചയാണ്. ഇത് ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഇത് പലപ്പോഴും ഞാൻ പറയുന്നത്, ഐ എം റെഡി ടു പാർട്ട് ദിസ് വിത്ത് എവ്രി വൺ. നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കാൻ. എൻ്റെ ടൊറന്റോയിലുള്ള പ്രസന്റേഷന് അവസാനം ഞാൻ പറഞ്ഞത് ഇത് അവസാനിക്കുന്നില്ല, ഇത് ഒരു കണ്ടിന്യൂമാണ്. ഇത് തുടരേണ്ടത് ഇനി നിങ്ങളാണ്. ഇനി നോക്കേണ്ടത് എന്തുകൊണ്ട് കർത്താവ് നൈലിൽ നടന്നു, നിങ്ങൾ നോക്കിക്കോളുക. യു ഫൈൻഡ് ഔട്ട്. അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു സയന്റിഫിക് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു നോളജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം പണ്ടുള്ള ആൾക്കാർ മുഴുവനും കഥകളിലാണ് എല്ലാം ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ ഇനി രാമായണം കേൾക്കുമ്പോൾ രാമായണത്തിൽ ഭക്തി ഉണ്ടാവട്ടെ, ആ ഭക്തി രാമനിൽ ഉണ്ടാവട്ടെ, ആ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കും, മന്ത്രശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, ഇവരെന്തിനാ ഇങ്ങനെ പറഞ്ഞത്? എന്തായിരിക്കും അതിന്റെ പുറകിലുള്ള കാരണം? അപ്പൊ നമ്മൾ ഇത് ഇന്ത്യൻ റൂട്ട്സ് ടു ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ ഈ രാമായണത്തിൽ ഈ 4 കഥാപാത്രങ്ങളെ വെച്ചിട്ട് മൈൻഡിനെ സ്റ്റഡി ചെയ്തതാണ്. കാരണം ഈ മൈൻഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ പോർഷൻസ്, ഇത്രത്തോളമാണ് മൈൻഡിനെ കുറിച്ച് അവർ ആ കാലത്ത് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇന്നും ഏറ്റവും ബെസ്റ്റ് ന്യൂറോ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോളജിന്റെ ഡോക്ടർ ബ്രെയിൻ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു 10 തൊട്ട് 25% വരെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ പഠിക്കുകയാണ്. പക്ഷെ ഈ കാണാത്ത ഈ മനസ്സിനെ ഇവരെത്രത്തോളം പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു. ആ ഒരു ഭംഗിയാണ്. അതെ. ഈ കാനഡയിലെ ഈ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ പ്രബന്ധാവതരണത്തിന് അങ്ങേക്ക് ബെസ്റ്റ് സ്പീക്കർ അവാർഡ് കിട്ടി. അതായത് സ്റ്റാർ കോൺഫറൻസ് ഇൻ സൈക്കോളജി. അതെ. വേറൊരു തവണയും കൂടെ സ്റ്റാർ കോൺഫറൻസിൽ പങ്കെടുത്തില്ല. അവിടെ ചെയ്തത് 700 ശ്ലോകങ്ങൾ, അതായത് ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങൾ 143 തവണ മൈൻഡ് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്, മനസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയാണ് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആത്മൻ, ഈ സ്റ്റഡി വരുന്നത് ഭഗവത്ഗീതയിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഉദ്ധരേതാത്മനാത്മാനം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മൈൻഡിന്റെ പ്രവർത്തനം, ഇപ്പൊ 4 ഫാസറ്റ്സ് ഓഫ് ദ മൈൻഡ് കഴിഞ്ഞു. ഭഗവത്ഗീതയിൽ മൈൻഡിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതായി ഈ 4 ഫാസറ്റും കൂടെ ചേർന്നിട്ട് മൈൻഡ് ഒരു ഇന്റർഫേസ് ആയിട്ട് എങ്ങനെ മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യമായി. അതായിരുന്നു ആ സ്റ്റഡി. ഇനി ഒരു പേപ്പറും കൂടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷയം ഇത് മനസ്സ് തന്നെയാണ്. കാരണം ഈ മനസ്സിന്റെ ഡീറ്റെയിലിംഗ്, ഇത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിന്റെ പല എന്താ പറയാ ഫാലസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് എങ്ങനെ നമുക്ക് മോചനം. പലപ്പോഴും നമുക്ക് പേടി എന്നുള്ള ആ സാധനം പോലും രോഗമായി മാറാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഇപ്പോൾ ഭഗവത്ഗീത എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ലീഗൽ സ്റ്റഡീന്റെ റിസർച്ച് നടക്കുന്നുണ്ട്. അത് ഒരു റിസർച്ച് പേപ്പർ ആയിട്ട് DL-ന് വേണ്ടിയിട്ട്, അത് ഡോക്ടറേറ്റ് ഇൻ ലോന് വേണ്ടിയിട്ടാണ്. സൈക്കോളജി അല്ല, അത് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസ്. അതായത് നിയമങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്, നമുക്ക് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ നിയമശാസ്ത്രമല്ലേ, നിയമം ഉണ്ടായ ശാസ്ത്രം. അതെ. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ നിന്നുണ്ടാക്കി. യാജ്ഞവൽക്യ സ്മൃതി, നാരദ സ്മൃതി പോലുള്ള ശ്രുതികൾ, മനുസ്മൃതി ഉൾപ്പെടെയുള്ള സ്മൃതികളിൽ നിന്നും ശ്രുതി സ്മൃതി പുരാണം, അതായത് പറഞ്ഞത്, ഓർമ്മയുള്ളത്, പിന്നെ പണ്ട് നടന്നത്, അതാണ് ശ്രുതി സ്മൃതി പുരാണം. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത്, സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ, പുരാണം എന്ന് പറഞ്ഞാൽ പണ്ട് നടന്നത്. അപ്പൊ ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ നിന്നാണ് നമ്മുടെ നിയമങ്ങൾ വന്നിട്ടുള്ളത്. അതിപ്പോ ഇന്ത്യൻ സക്സഷൻ ലോ ആയാലും ശരി, ഇപ്പോൾ നമ്മൾ ഗാർഡിയൻ ആക്ട് എന്ന് പറയുന്നത് പോലെ സക്സഷൻ ലോ ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ്. ഒരാൾക്ക് ദത്തെടുക്കാൻ പറ്റുന്നത് ഹിന്ദുവിസത്തിലാണ്. ബാക്കിയുള്ള വാർഡ്സ് ആക്ടിനകത്ത് ദത്തെടുക്കാൻ പറ്റില്ല, ഗാർഡിയൻ ആവാനേ പറ്റുള്ളൂ. ഇത് അച്ഛനാവാം. അപ്പൊ അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ സിസ്റ്റത്തിലേ ഉള്ളൂ. അപ്പൊ ആ ഭംഗി കൊണ്ടാണ് എനിക്ക് മറ്റു രാജ്യങ്ങളിൽ ദത്തെടുപ്പല്ല, ഗാർഡിയൻ ആവാനേ പറ്റുള്ളൂ. ഒരു കുട്ടിയെ നമുക്ക് ഗാർഡിയൻ രക്ഷകർത്താവാം, അച്ഛനാവാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്ത് നമുക്ക് ദത്തെടുത്ത കുട്ടി നമ്മുടെ കുട്ടിയാണ്.
അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വരെ ആ, ഉണ്ട്. ആ. അപ്പൊ അത്രത്തോളം ഇതെല്ലാം സ്മൃതികളിൽ നിന്ന് വന്ന ജൂറിസ്പ്രുഡൻസ് അങ്ങനെയാണ്. ഇന്ത്യയില് അശോകമിത്ര, പിന്നെ നമ്മുടെ മാർക്കണ്ഡേയ കജ്ജു, പിന്നെ ഒരു ലേഡി, 3 പേര് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. അതായത് നിയമങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഭഗവത്ഗീത ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഒരു എന്താ ക്വാളിഫിക്കേഷനും പാസ്സാവുന്നുണ്ട്. ഹാൻഡ് കെൽസൺസ് പ്യുവർ തിയറി ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോന്റെ ഒരു തിയറി ഉണ്ട്. ആ തിയറി അനുസരിച്ചാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ എല്ലാ നിയമങ്ങളും ഭഗവത്ഗീത പാലിക്കുന്നു. ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത കൊണ്ട് ഒരു വ്യക്തിയോ ഒരു വീടോ ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ഭരിക്കാൻ അത് മതി. അപ്പൊ അതാണ് എൻ്റെ അടുത്ത ലീഗൽ റിസർച്ചിന്റെ സബ്ജക്ട്. ഓക്കെ. അപ്പോൾ അങ്ങയുടെ ഈ അടുത്ത പ്രബന്ധത്തിനും അങ്ങയുടെ PhDക്കും അല്ലെങ്കിൽ പുതിയ തീസിസിനും ഒക്കെ എല്ലാ ഭാവുകങ്ങളും ഈ ഭാരതീയ വേദേതിഹാസ പുരാണോപനിഷത്തുകളെ വേറൊരു കണ്ണിലൂടെ നോക്കുവാനുള്ള ഒരു ഇൻസൈറ്റാണ് അങ്ങ് ഇത്രയും നേരം ഞങ്ങൾക്കും പ്രേക്ഷകർക്കും തന്നത്. അതുകൊണ്ട് അങ്ങക്ക് എല്ലാ ഭാവുകങ്ങളും വളരെ നന്ദി. ഇനിയും കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും കൂടുതൽ ഈ ലോകത്തിന് വെളിച്ചം നൽകുവാനും അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി, സന്തോഷം. താങ്ക് യു വെരി മച്ച്.